ബൗണ്ടഡ് ലീനിയർ മാപ്സ് അഥവാ കണ്ടിന്യൂസ് ലീനിയർ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ചു, ഒരു നോംഡ് സ്പേസിൽ നിന്ന് മറ്റൊരു നോംഡ് സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ്, എഫ് എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പ്, ഇത് കണ്ടിന്യൂസ് ആകുന്നതിനുള്ള necessary and sufficient condition ആണ് there exists some alpha greater than 0 such that norm of f of x less than or equal to alpha into norm of x for all x in capital X. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ലീനിയർ മാപ്പുകളും എക്സ് എന്ന സ്പേസിൽ കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ഓൺ എക്സ് ആയിരിക്കും. തിരിച്ചും ഒരു ലിനിയർ മാപ്പ് അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യും, നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ. അപ്പോൾ ഇത്തരം ഫംഗ്ഷൻസിനെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇത്തരം ഫംഗ്ഷൻസിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ബൗണ്ടഡ് ലീനിയർ മാപ്സ്. ഒരു ലീനിയർ മാപ്പ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്ന് കൂടി വിളിക്കുന്നു. അപ്പോൾ ബൗണ്ടഡ് ലീനിയർ മാപ്പിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്. എ ലീനിയർ മാപ്പ് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ബൗണ്ടഡ് if there exists some alpha greater than 0 such that norm of f of x less than or equal to alpha into norm of x for all x element of capital X. ആ കണ്ടിന്യൂസ് ലീനിയർ മാപ്സിന്റെ തന്നെ മറ്റൊരു പേരാണ് ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്നുള്ളത്. ഇവിടെ ഈ ബൗണ്ടഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ സെൻസിലുള്ള ബൗണ്ടഡ് അല്ല. സാധാരണ നമ്മളൊരു ഫംഗ്ഷനെ ബൗണ്ടഡ് ഓൺ ക്യാപിറ്റൽ എക്സ് എന്ന് പറയണമെങ്കിൽ നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് എന്ന് കിട്ടണം. അങ്ങനെ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽഫയെ ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയും, ഈ ഫംഗ്ഷനെ നമ്മൾ ബൗണ്ടഡ് എന്നും പറയും. ഇതാണ് യൂഷ്വൽ സെൻസിൽ ബൗണ്ടഡിന്റെ മീനിങ്. ഇവിടെ അതല്ല. നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷന് പറയുന്ന ആ ഡെഫിനിഷൻ അല്ല ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്ന് പറഞ്ഞു. രണ്ടും വ്യത്യസ്തമാണ്. ഫംഗ്ഷനെ സാധാരണ യൂഷ്വൽ സെൻസിൽ ബൗണ്ടഡ് എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലല്ല നമ്മളിവിടെ ബൗണ്ടഡ് ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കണ്ടിന്യൂസ് ലീനിയർ മാപ്പിന്റെ മറ്റൊരു പേരായി മാത്രം കണ്ടാൽ മതി ബൗണ്ടഡ് ലീനിയർ മാപ്പിന്. കണ്ടിന്യൂസ് ലീനിയർ മാപ്പ് എല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അത്തരം ഫംഗ്ഷനുകളെ നമ്മൾ ബൗണ്ടഡ് ലീനിയർ മാപ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്സിന്റെ എല്ലാം കൂടെ കളക്ഷൻ, ബൗണ്ടഡ് ആയ ലീനിയർ മാപ്പുകളുടെ, ബൗണ്ടഡ് ലീനിയർ മാപ്പുകളുടെ അഥവാ കണ്ടിന്യൂസ് ലീനിയർ മാപ്പുകളുടെ കളക്ഷനെ നമ്മൾ ക്യാപിറ്റൽ ബി എൽ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എക്സ് കോമ ക്യാപിറ്റൽ വൈ എന്ന് ഡിനോട്ട് ചെയ്യും. ഇത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ളതായ ഓൾ ബൗണ്ടഡ് ലീനിയർ മാപ്സിന്റെ അഥവാ ഓൾ കണ്ടിന്യൂസ് ലീനിയർ മാപ്സിന്റെ കളക്ഷനാണ്. ഒരു ലീനിയർ മാപ്പ് എക്സിൽ നിന്ന് എക്സിലേക്ക് തന്നെ ആണെങ്കിൽ, എക്സിൽ നിന്ന് എക്സിലേക്ക് തന്നെയുള്ള ലീനിയർ മാപ്പിനെ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഓപ്പറേറ്റർ. അപ്പോൾ എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്സിനെ, അതായത് ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷനെ നമ്മൾ ബി എക്സ് എക്സ് എന്നാ പറയുക. പക്ഷെ അത് അങ്ങനെ എഴുതണ്ട. രണ്ട് സെയിം ആകുമ്പോൾ ബി ഓഫ് എക്സ് എന്ന് എഴുതിയാണ്, ബി എൽ ഓഫ് എക്സ് എന്ന് എഴുതിയാണ്. ബി എൽ ഓഫ് എക്സ്, ബി എൽ ഓഫ് എക്സ്. അപ്പൊ ബി എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്സ് ആണ് അഥവാ ഓപ്പറേറ്റേഴ്സ് ആണ്, ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് ബി എൽ ഓഫ് എക്സ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഡൊമൈനും കോഡൊമൈനും സെയിം ആണ്. ഇനി എക്സിൽ നിന്ന് കെയിലേക്കുള്ള ലിനിയർ മാപ്പുകളെ നമ്മൾ ഫങ്ഷണൽ എന്നാണല്ലോ വിളിക്കുന്നത്. എക്സിൽ നിന്ന് കെയിലേക്കുള്ള ലിനിയർ മാപ്പുകളെ ഫങ്ഷണൽ ഓൺ എക്സ് എന്നാ പറയുക. ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ ഓൺ എക്സ് എന്ന് പറയും. എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ലിനിയർ മാപ്പുകളെ ഓപ്പറേറ്റേഴ്സ് ഓൺ എക്സ് എന്ന് പറയും. എക്സിൽ നിന്ന് കെയിലേക്കുള്ള ലിനിയർ മാപ്പുകളെ എല്ലാം ലിനിയർ ആണ്, ഫങ്ഷണൽ ഓൺ എക്സ് എന്ന് പറയും.
ഇത്തരം ഫംഗ്ഷൻസിന്റെ കളക്ഷനെ അപ്പൊ നമുക്ക് ബി എൽ ഓഫ് എക്സ് കോമ കെ എന്ന് എഴുതാം. അവർക്കൊരു സ്പെഷ്യൽ നൊട്ടേഷൻ ഉണ്ട്, എക്സ് ഡാഷ് എന്ന് എഴുതും. എക്സ് ഡാഷ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽസ് ആണ്. ലീനിയർ ഫംഗ്ഷണൽ ബൗണ്ടഡ് കൂടിയാകുമ്പോൾ അവരുടെ കളക്ഷനെ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈ നൊട്ടേഷൻസ് അറിഞ്ഞിരിക്കുക. ബി എൽ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അഥവാ ബൗണ്ടഡ് ലീനിയർ മാപ്പുകളുടെ കളക്ഷനാണ് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള. ബി എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷനാണ്, അതായത് ബൗണ്ടഡ് ലീനിയർ മാപ്സ് ഫ്രം എക്സ് ടു എക്സ്. ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയാം. അതേപോലെ ബി എൽ ഓഫ് എക്സ് കോമ കെ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ എക്സ് ഡാഷിൽ വരുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷണൽസ് ആണ്. എക്സ് ഡാഷിലെ ഒരു എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ആയിരിക്കും, കൂടാതെ അത് ബൗണ്ടഡ് അഥവാ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് കണ്ടിന്യൂസ് ലീനിയർ മാപ്പ് അഥവാ ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്ന ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടതായ കാര്യങ്ങൾ. ഇനി ഈ ബി എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണ്. ബൗണ്ടഡ് ലീനിയർ മാപ്പുകളുടെ കളക്ഷൻ ഒരു ലീനിയർ സ്പേസ് ആണ്. നമുക്ക് ഫംഗ്ഷനുകളുടെ മൊത്തം കളക്ഷൻ എടുത്താൽ അത് തന്നെ ഒരു ലീനിയർ സ്പേസ് ആണ്, ഒരു വെക്ടർ സ്പേസ് ആണ്. അതിന്റെ ഒരു സബ് സ്പേസ് ആണിത്. ഇപ്പം ഇതൊരു ലീനിയർ സ്പേസ് ആണ് കാണിക്കാൻ സബ് സ്പേസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കാണിച്ചാൽ മതി. സബ് സ്പേസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ട് എലമെന്റുകൾ എടുക്കുക. ഇത് ഫംഗ്ഷനുകളുടെ കളക്ഷനാണ്. ഒരു ക്യാപിറ്റൽ എഫും ഒരു ക്യാപിറ്റൽ ജിയും ഞാൻ എടുക്കുന്നു. ബി എൽ ഓഫ് എക്സ് കോമ വൈയിൽ നിന്ന് ഇവരുടെ ഏത് ലീനിയർ കോമ്പിനേഷൻ ഇതിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഇത് സബ് സ്പേസ് ആണ്. അപ്പൊ അതിനു മുമ്പ് ഇതിലെ വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷനുകളുടെ കളക്ഷന്റെ വെക്ടർ സ്പേസിലെ ഓപ്പറേഷൻസ് നമ്മൾ അറിയണം. അത് പോയിന്റ് വൈസ് അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. പോയിന്റ് വൈസ് ഉള്ള അഡീഷനും പോയിന്റ് വൈസ് ഉള്ള സ്കെലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. അതായത് എഫ് പ്ലസ് ജി എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ്. ആൻഡ് ഇഫ് കെ ഈസ് എ സ്കെയിലാർ കെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതിനെയാണ് നമ്മൾ പോയിന്റ് വൈസ് അഡീഷൻ എന്നും പോയിന്റ് വൈസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയുന്നത്. ഈ പോയിന്റ് വൈസ് ഓപ്പറേഷൻസ് ആണ് ബി എൽ ഓഫ് എക്സ് വൈയിലെ രണ്ട് ഓപ്പറേഷൻസ്, അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ ഓപ്പറേഷനിൽ ഇത് ഒരു സബ് സ്പേസ് ആണ് കാണിക്കുക. ഫംഗ്ഷനുകളുടെ മൊത്തം കളക്ഷൻ വെക്ടർ സ്പേസ് ആണ്. അതിലെ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉള്ള ഫംഗ്ഷനുകളുടെ കളക്ഷനാണ് ബി എൽ ഓഫ് എക്സ് വൈ. എന്താണ് സ്പെഷ്യൽ പ്രോപ്പർട്ടി? അവർ ലീനിയർ മാപ്പുകളുടെ കളക്ഷൻ ആണ്, കൂടാതെ കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് ആണ്. ലീനിയറായ മൊത്തം മാപ്പുകളുടെ കളക്ഷൻ എടുത്താൽ തന്നെ അതൊരു വെക്ടർ സ്പേസ് ആണ്. അതിന്റെ സബ് സ്പേസ് ആയിട്ട് വരും ബി എൽ ഓഫ് എക്സ് വൈ. സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സബ് സ്പേസ് പ്രോപ്പർട്ടി കാണിക്കുക. രണ്ട് എലമെന്റുകൾ എടുത്തിട്ട് അവരുടെ ലീനിയർ കോമ്പിനേഷൻ അതിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുക. ലീനിയർ കോമ്പിനേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു K1 ഉം K2 ഉം കൂടി എടുക്കുന്നു. K1 K2 ഇൻ ക്യാപിറ്റൽ K ചൂസ് ചെയ്യുന്നു. എഫ് എലമെന്റ് ഓഫ് ബി എൽ ഓഫ് എക്സ് കോമ വൈ ആയതുകൊണ്ട് there exists some alpha 1 greater than 0 such that norm of f of x less than or equal to alpha into norm of x, alpha 1 into norm of x for every x in capital X. അതാണല്ലോ ബൗണ്ടഡ് ആകുന്നതിനുള്ള, ബൗണ്ടഡ് ലീനിയർ മാപ്പ് ആകുന്നതിനുള്ള കണ്ടീഷൻ. അതേപോലെ ജിയും ബി എൽ ഓഫ് എക്സ് വൈയിലെ മെമ്പറാണ്. ഒരാൾ ബി എൽ ഓഫ് എക്സ് വൈ വരുന്നതിന് വേണ്ടുന്ന വ്യവസ്ഥ ഇങ്ങനെ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യുക എന്നാണ്. സോ there exists some other alpha, alpha 2 greater than 0 such that norm of g of x less than or equal to alpha 2 into norm of x for all x in capital X. ഇനി നമുക്ക് ഇവരുടെ ലിനിയർ കോമ്പിനേഷനായ K1 F പ്ലസ് K2 ജിയും ഇതിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കണം. ബി എൽ ഓഫ് എക്സ് വൈയിലെ മെമ്പർ ആണെന്ന് കാണിക്കണം. അതിന് ബി എൽ ഓഫ് എക്സ് വൈയിലെ മെമ്പർ എന്ന് കാണിക്കാൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാണിക്കേണ്ടത്. അപ്പൊ ഇതേ കണ്ടീഷൻ നമ്മളുടെ എഫ് പ്ലസ് ജിയും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കാണിക്കണം. അല്ലെങ്കിൽ K1 F പ്ലസ് K2 ജി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കാണിക്കണം ജനറൽ ആയിട്ട്. അല്ലെങ്കിൽ എഫ് പ്ലസ് ജിയും കെ എഫും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കാണിക്കുക. ഒന്നിച്ച് ചെയ്യാം. ദെൻ norm of K1 F plus K2 G of X
നമുക്ക് കിട്ടണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് എന്ന് കിട്ടണം. സോ ഇത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു പോയിന്റ് വൈസ് അഡീഷന്റെയും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെയും ഡെഫിനിഷൻ, ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് അനുസരിച്ച് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. നോം ഓഫ് k1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് k2 ഇൻറ്റു ജി ഓഫ് എക്സ് എന്നെഴുതാം. ഈ നോം, ഇവിടെ ഇട്ടിരിക്കുന്ന ഈ നോം എന്ന് പറയുന്നത് വൈയിലെ നോമാണ്. വൈയിലെ നോം ട്രയാങ്കിൾ ഇൻക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് k1 എഫ് ഓഫ് എക്സ് പ്ലസ് നോം ഓഫ് k2 ജി ഓഫ് എക്സ് എന്ന് കിട്ടും. വീണ്ടും നോമിന്റെ തേർഡ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു k1 പുറത്തേക്ക് മോഡ് k1 എന്ന് എഴുതാം. മോഡ് k1 ഇൻറ്റു നോം എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് k2 ഇൻറ്റു നോം ജി ഓഫ് എക്സ്. ഇനി നമുക്ക് ഈ മുകളിൽ കിട്ടിയ ഈ കണ്ടീഷൻസിലോട്ട് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് k1 ഇൻറ്റു നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു നോം എക്സ് ആണ്. സോ ആൽഫ 1 ഇൻറ്റു നോം എക്സ് പ്ലസ് മോഡ് k2 ഇൻറ്റു മോഡ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു നോം ഓഫ് എക്സ് ആണ്. സോ അതിവിടെ അപ്ലൈ ചെയ്യാം. ആൽഫ 2 ഇൻറ്റു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു നോം ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാകും. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് നോം ഓഫ് എക്സ് കോമൺ ആയിട്ട് മാറ്റിയാൽ മോഡ് k1 ഇൻറ്റു ആൽഫ 1 പ്ലസ് മോഡ് k2 ഇൻറ്റു ആൽഫ 2 this into norm of x എന്ന് കിട്ടും. So this implies norm of k1f plus k2g of x is less than or equal to, ഇതിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. അത് 0 ആണെങ്കിൽ, ഇത് 0 ആവുകയാണെങ്കിൽ മോഡ് k1 പ്ലസ് മോഡ് k2, മോഡ് k1ഉം k2 ഒക്കെ 0 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് സ്കെയിലർ ആണല്ലോ. k1ഉം k2 0 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് 0 ആയി പോകും. അപ്പൊ നമുക്ക് ആൽഫ ആയിട്ട് 0യേക്കാൾ വലിയ ഏത് നമ്പർ വേണമെങ്കിലും വെക്കാം ഇവിടെ. അതായത് ഇത് 0 ആണെങ്കിൽ ദാറ്റ് പ്ലസ് 1 നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ആൽഫ ആയിട്ട് ഇടാം. ഇതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നു. അത് 0 ആണെങ്കിൽ അതിനേക്കാൾ വലിയൊരു നമ്പറിനെ പ്ലസ് 1നെയോ പ്ലസ് 2നെയോ വല്ലതും ആൽഫ ആയിട്ട് എടുത്താൽ മതി. ഇതിനേക്കാൾ വലുതായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും ഈ റൈറ്റ് സൈഡിനേക്കാൾ വലുതായിരിക്കും. ഇതിന് പകരം ഒരു വലിയ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കണം. സോ ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് വെയർ ആൽഫ ഈസ് ഈക്വൽ ടു മോഡ് k1 ഇൻറ്റു ആൽഫ 1 പ്ലസ് മോഡ് k2 ഇൻറ്റു ആൽഫ 2. ആൽഫ 1ഉം ആൽഫ 2ഉം പോസിറ്റീവാണ്. k1ഉം k2ഉം 0 ആയാൽ, k1ഉം k2ഉം രണ്ടും കൂടെ 0 ആയാൽ നമുക്ക് ആൽഫ 0 എന്ന് വരും. ആൽഫ 0 വരാൻ പാടില്ല. ഇവിടെ വരുന്ന ആൾ 0യേക്കാൾ വലിയ ആളാകണമെന്നാണ് പറയുന്നത്. k1ഉം k2ഉം 0 ആണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു പ്ലസ് 1 ഒക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ എടുക്കാം. ജനറലി നിങ്ങൾക്ക് പ്ലസ് 1 എടുക്കാം. പ്ലസ് 1 ഇട്ടാലും വീണ്ടും ഇത് ഗ്രേറ്റർ ആവത്തേ ഉള്ളൂ റൈറ്റ് സൈഡ്. ദിസ് ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. Therefore this implies k1f plus k2g is an element of BL of x, y. കാരണം അത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അല്ലാതെ തന്നെ ലീനിയർ ആണെന്ന് നമുക്കറിയാം. എഫും ജിയും ലീനിയർ ആയതുകൊണ്ട് k1f പ്ലസ് k2 ജിയും ലീനിയർ ആയിരിക്കും. ലീനിയർ ഫംഗ്ഷനുകളുടെ സമ്മും സ്കെലാർ മൾട്ടിപ്പിളും ഒക്കെ ലീനിയർ ആണെന്ന് അറിയാം. ഓൾറെഡി ഇത് ലീനിയർ ആണെന്ന് അറിയാം. കൂടാതെ ഇപ്പോൾ ബൗണ്ടഡ് ആണെന്നും കൂടെ കിട്ടി. ഈ കണ്ടീഷൻ കൊണ്ട് ബൗണ്ടഡ് ആണെന്നൊക്കെ കിട്ടി. അപ്പോൾ അത് BL of x yയിലെ എലമെന്റ് ആണ്. അപ്പോൾ എഫും ജിയും BL of x yയിൽ ഉണ്ടെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷനായ k1f പ്ലസ് k2 ജിയും BL of x yയിലുണ്ട്. Therefore BL of x y എന്ന് പറയുന്നത് ലീനിയർ മാപ്പുകളുടെ മൊത്തം കളക്ഷന്റെ ഒരു സബ് സ്പേസ് ആണ്. അതുകൊണ്ട് ഇത് ഇറ്റ്സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആണ്, ലീനിയർ സ്പേസ് ആണ്. BL of x y is a linear space. Is a linear space.